സൃഷ്ട പ്രപഞ്ചം മനുഷ്യാവതാരം സൃഷ്ടി 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 ആദിമാതാ പിതാവാകും ആദം ഹൗവ സൃഷ്ടി ധീരന 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 ദീപ്തന ധീരന 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 ദീപ്തന ധീരന ദീപ്തന ധീരന ദീപ്തന ധീരന 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 ആലോലലോലമൊഴുകും വനിയിൽ ആനന്ദ താളം തുള്ളും വേദൻ കൗശലക്കാരൻ സർപ്പമൊരു നാൾ ആദിമാതാവിൻ അരികിലെത്തി നന്മ തിന്മകൾ നിറയും കനി നൽകി ഹൗവയോ കനി തിന്നു ആദവും അതുപോലെ സർവലോക സൃഷ്ടാവായി അന്ന് ദൈവമോ വനിൽ ഉലാത്താനിറങ്ങി കോപാഗ്നിയായി ദൈവവും പേടിച്ചരണ്ട ഹവ്വയും നാണത്താൽ കണ്ണുകൾ പൊത്തി ദൈവത്തിൻ കൽപ്പന ലംഘിച്ചു നിന്നവർ തപോ വിഘ്നം സൃഷ്ടാവായി തൻ ശാപവാക്കുകൾ ദൈവകൽപ്പന മാറ്റി നീ തിന്നരുതാ കനി തിന്നു നീ എങ്കിൽ നീ പുറത്തേക്ക് പോകൂ പാപികൾ മാനുഷർ അനുദിനം സൽകർമ്മങ്ങളാൽ നീന്തി നീരാടും സൃഷ്ടികൾ നമ്മൾ സൃഷ്ടി മഹാത്മ്യ വിസ്മയങ്ങൾ ഇടയര മക്കൾക്ക് ആഘോഷനാളിൽ വാഗ്ദാനം ചെയ്തൊരാ രക്ഷകന ഒരു പുത്രൻ ജനിക്കുവാൻ അന്നേ ഒരുക്കമായി നിന്നെ അന്നേരമാകെ വെളിച്ചമായി പൂജ്യരാജാക്കന്മാർ ചാരയെത്തി പൊന്നും മീറയും ഒരുക്കി വെച്ചു കാര്യമറിഞ്ഞപ്പോൾ ഹെറോദോസ് ചൊല്ലി ഇന്നു മുതൽ ബെത്ലഹേമിൽ 2 വയസ്സിൽ താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെ കൊല്ലണം കൽപ്പന കേട്ടവർ ഞെട്ടിയുണർന്നു ശിശുവിനെ കൊണ്ടതാ പാഞ്ഞിടുന്നു താരകം മുകളിൽ വഴിയും കാട്ടി ശിശുവിനെ ഈജിപ്തിലാക്കി വേഗം ദൈവത്തിൻ പുത്രൻ പിറന്നു മാനവരെല്ലാം മോദമായി അന്നേരം വാനിലെ മാറിൽ ഒരു പൊൻതാരകം ഉദിച്ചു വന്നു മാനവർക്കായി ജനിച്ചപ്പോൾ ആരും ഒരിടവും കൊടുത്തതില്ല ഉണ്ണി പിറന്നത് നരനായി വേണ്ടി കാത്തിരുന്നോര രക്ഷകന്റെ ജന്മദോഷം വിശ്വാസദീപ്തിയാൽ മേരിയെന്ന് സഹിച്ചു പോയതോ തെറ്റ് വിശ്വാസദീപ്തിയാൽ മേരിയെന്ന് സഹിച്ചു പോയതോ തെറ്റ് കരുണ തൻ കരമത് നീട്ടിക്കൊടുക്കുവാൻ വിലയില്ലാത്തതോ മനുഷ്യ സൃഷ്ടി കരുണ നശിച്ചൊരാ മനുഷ്യനാകാതെ
കഴിയണം ഇന്നത്തെ മനുഷ്യരെല്ലാം. കരുണത്തൻ ജീവിതം കണ്ട് നിറഭാഗൻ നസ്രത്തിൻ കുടുംബത്തിൽ ചെന്നു നോക്കാം. മേരിയുണ്ട്, മകനുമുണ്ട്, പിതാവുമുണ്ട്. സ്നേഹം കൊണ്ട് നിറയും തിരുകുടുംബം, മക്കളെ ജീവനായി കരുതുമമ്മ. ഇന്നത്തെ മാനവ ചെയ്തികളിൽ തകർന്നു പോകുന്നു കുടുംബങ്ങൾ. സ്നേഹാലയങ്ങൾ മലിനമാകുമ്പോൾ പ്രാണവേദനയിൽ പിടയുന്നു സൃഷ്ടിയും സൃഷ്ടികർത്താവും. നിറയേണം കനിവെന്നും സോദരരായി നമ്മളും നമ്മുടെ കർമ്മങ്ങളും. ജീവവിശുദ്ധി പിടിച്ചു നിർത്താൻ പാടുപെടേണം അമ്മയെ പോലെ. നന്മകൾ ഭൂമിയിൽ കുറഞ്ഞിടുന്നു, എങ്ങും തിന്മകൾ പെരുകുന്നു. കരുണ കൺമുൻപിൽ കാണുവാനില്ലെന്നോ ഒരു തുള്ളി കരുണയ്ക്കായി കേണിടുന്നു. ജീവിക്കാൻ വെമ്പുന്ന സൃഷ്ടിയായി കരുണയാൽ ഒരു കടൽ തീർക്കൂ നിങ്ങൾ. കാലങ്ങളേറെ കഴിഞ്ഞിടുമ്പോൾ പറയാം നമുക്ക് ഈ അവതാര കഥ. ബൈബിളിൽ ആലേഖനം ചെയ്ത ദൈവസ്നേഹ കഥകൾ. പാപത്തെ പുൽകിയിടും മാനവരെ നന്മതൻ സ്വർഗം തീർത്തിടണേ. അറിയുക നീ ഇന്നത്തെ ചെയ്തികളിൽ നാളത്തെ സ്വർഗം നീ ഏറ്റുവാങ്ങും. സ്നേഹിക്കാൻ കഴിയാതെ നന്മയൊന്നുമില്ലാതെ മണ്ണിൽ തന്നെ മരിച്ചു വീണ നാളത്തെ സ്വർഗം അനുഭവിക്കാതെ എന്നേക്കുമായി നരകമേറും സൃഷ്ടാവിനെ ഇന്ന് കൈ തൊഴാം. സൃഷ്ടിച്ചതിനു നന്ദിയായി, സൃഷ്ടിച്ചതിനു നന്ദിയായി. Why are you looking so sad? Hi Aishwarya, I feel very sad for those children who are forced to work. Even I feel sad for those children who are forced to work. It's really very sad to listen to all these. But tell me Aishwarya, why those children are forced to work and who forces them to work? These children become child laborers because of some social issues and poverty. I pity those children. Even I pity them. Child labor refers to the exploitation of children for doing manual work which deprives them from their childhood and fundamental rights to education
and health. It ruins the life of a child, blocking all the venues of education and progress. Can we help them in any ways? Yes, we have some organizations such as CRY and SYOS and other orphanages which will further elimination of child exploitation and help these people to build their future a brighter one. Really? I feel very happy for those children now. And not only that, Hatina, it is our responsibility to stand guard against the child exploitation and report to the concerned authorities if we witness any child exploitation in any form. Yes, let us spread awareness among the people about the eradication of child labor. Take the right to shape their future bright. Child is meant to learn, not to earn. Stop child labor. If you don't work properly, I will not give you any food. Mummy! मुझे यूं ही करके ख्वाबों से जुदा जाने कहाँ छुप के बैठा है खुदा जानू ना मैं कब हुआ खुद से गुमशुदा कैसे जीऊं रूह भी मुझसे है जुदा Broke the glass even today? Who will spare for that? Will your father pay for that? I'm sorry. I'm sorry for what I've done. Forgive me. Help! Help! Please leave me! Mummy! Help! Help! Please leave me! Mummy! नैना जो सांझ ख्वाब देखते थे नैना बिछड़ के आज रो दिए हैं यूं नैना जो मिल के रात जागते थे नैना शहर में पल के नीचते हैं यूं जुदा हुए कदम जिन्होंने ली थी ये कसम मिलके चलेंगे हरदम अब बांटते हैं ये गम भीगे नैना जो खिड़कियों से झांकते थे नैना घुटन में बंद हो गए हैं क्या आपको नहीं लगता कि कोमल बचपन को इस तरह गर्त में जाने से आप रोक सकते हैं? देश के सुरक्षित भविष्य के लिए वक्त आ गया है कि आपको यह जिम्मेदारी अब लेनी ही होगी। क्या आप लेंगे ऐसे किसी एक मासूम की जिम्मेदारी? देखो इन्हें ये है ओस की बूंदें पत्तों की गोद में आसमां से कूदे अंगड़ाई ले फिर करवट बदल कर नाजुक से मोती हंस दे फिसल कर खो न जाए तारे जमीन पर
के जैसे दादी नानी, कभी चलके जैसे मम्मम पानी, कभी बन जाए भोले सवालों की झड़ी। सन्नाटे में हंसी के जैसे, सुबह होठों पे खुशी के जैसे, ये तो नूर है बरसे कल तेरी किस्मत हो बड़ी। तारे ज़मीं पर, ज़मीं पर। Believe in love and honor God. Don't do evil, selfish, and destructive things. Do good, loving, kind, and useful things for your neighbor instead. Or to boil it down even further, love the Lord your God with all your heart, soul, mind, and strength. Love your neighbor as yourself. Only the fortunate warriors, O Arjuna, get such an opportunity for a righteous war against evil that is like an open door to heaven. The Bible says, happy are those who suffer persecution because they do what God requires. The kingdom of heaven belongs to them. Character is core to effective leadership. Lord Krishna to Arjuna, Mahabharata, Bhagavad Gita. One of the most important qualities of a leader is his character, the integrity he perfects among others. The character of a person is more of his personality trait. Lord Krishna mentioned about your character, your integrity, your ethics being an incomparable quality which the soldiers look upon in the battle. You never quit, you fight till the end, shoulder to shoulder with your each soldier. Your enemy out there is not your relative or a friend. He is out there to demolish you. You need to what you need to do. No exceptions. I am easily attained by the person who always remembers me and is attached to nothing else. The Bhagavad Gita. All the religions in the world are the feathers of the same bird, that is, God with different colors. There is only one God and there is only one universe. Similarly, the man is also one.